ഹലോ, അസ്സാം വലൈക്കും. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അനുമതി നൽകില്ല എന്ന് സൗദി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഗുരുതര രോഗങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉള്ളവർ, മറവി രോഗം ബാധിച്ചവർ, പകരാൻ സാധ്യതയുള്ള രോഗങ്ങളുള്ളവർ, ഗുരുതരാവസ്ഥയിലുള്ള അർബുദ രോഗികൾ തുടങ്ങി 6 വിഭാഗങ്ങളെയാണ് ഈ വർഷത്തെ ഹജ്ജിൽ നിന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം അയോഗ്യരായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ അറിയിപ്പ് പ്രകാരം ഡയാലിസിസ് ആവശ്യമുള്ള വൃക്ക രോഗികൾ, ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർ, ഇടക്കോ തുടർച്ചയായോ ഓക്സിജൻ പിന്തുണ ആവശ്യമുള്ള ശ്വാസകോശ രോഗികൾ, ഗുരുതരാവസ്ഥയിലുള്ള കരൾ രോഗികൾ, മറവി രോഗികൾ, കീമോതെറാപ്പി ചികിത്സയിലുള്ളവരോ പ്രതിരോധശേഷി കുറക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരോ ആയ അർബുദ രോഗികൾ എന്നിവർക്ക് ഹജ്ജിന് പോകാനാവില്ല. അതുപോലെ യാത്രാ സമയത്ത് 28 ആഴ്ച പൂർത്തിയായതോ അപകട സാധ്യത ഉള്ളതോ ആയ ഗർഭിണികൾക്കും അയോഗ്യതയുണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഹജ്ജിന് നേരത്തെയും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആദ്യമായാണ്. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ആരോഗ്യത്തോടുകൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകുന്നവർ ജനുവരി 15-നകം ബുക്കിംഗ് പൂർത്തിയാക്കണമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ അസോസിയേഷൻ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ഹജ്ജ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സ്വകാര്യ ഗ്രൂപ്പുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹജ്ജ് ലൈസൻസ് ഉള്ളവയാണെന്ന് അപേക്ഷകർ ഉറപ്പുവരുത്തണം. ഹജ്ജിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായ അറഫ, മിന എന്നിവിടങ്ങളിലെ സോൺ കാറ്റഗറി, മക്ക, മദീന താമസ സൗകര്യങ്ങൾ എന്നിവയിലെ മാറ്റം അനുസരിച്ച് പാക്കേജ് തുകയിൽ മാറ്റം വരാം. ഇക്കാര്യം തീർത്ഥാടകർ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്.